അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ 5 രാത്രികൾ ഉണ്ട് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. ആ 5 രാത്രികളുടെ കൂട്ടത്തിൽ ഒന്ന് ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രിയാണ്. മറ്റൊന്ന് ലൈലത്തുൽ ഈദൈനി, 2 പെരുന്നാളിൻ്റെ രാത്രി. മറ്റൊന്ന് അവ്വലു ലൈലത്തുൻ മിൻ റജബ് ഫി റജബ് മാസത്തിലുള്ള 1-ാമത്തെ രാത്രി. ഇങ്ങനെ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എണ്ണിയ കൂട്ടത്തിൽ കാണാം വലൈലത്തുൻ നിസ്ഫി ഫി ഷഅബാൻ, ഷഅബാനിൻ്റെ പകുതിയുടെ രാത്രി അഥവാ 14 അസ്തമിച്ച 15-ാം രാവ്. അത് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക രാത്രിയാണ് എന്ന് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ രാത്രിയുടെ പ്രത്യേകത വളരെ വിലപ്പെട്ടതാണ്. അങ്ങനത്തെ ഒരു ബഹുമാനമുള്ള രാത്രിയാണ് അല്പമണിക്കൂറുകൾക്ക് ശേഷം നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ സൂര്യാസ്തമനത്തോടുകൂടെ ആ ലൈലത്തുൽ ബറായിയുടെ 15-ാമത്തെ രാവ് ആരംഭിക്കുകയാണ്. സൂറത്തു ദുഖാൻ അതിൻ്റെ ആദ്യത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ തന്നെ പ്രഗൽഭ ഖുർആൻ വ്യാഖ്യാതാവായ മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ചത് കാണാൻ വേണ്ടി കഴിയും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാത്രി. ആ രാത്രിക്ക് പേര് വെച്ചു ലൈലത്തു മുബാറക, ബർക്കത്താക്കപ്പെട്ട രാത്രി എന്നാണ് ഖുർആൻ അതിന് പേര് വെച്ചത്. ലൈലത്തുൽ ബറായിയുടെ ഒരു പേര് തന്നെ ലൈലത്തു മുബാറക എന്നാണ്. ആ പരിശുദ്ധമായ രാത്രിയെ സംബന്ധിച്ച് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഹിയ ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ, ഈ ലൈലത്തു മുബാറക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഅബാനിൻ്റെ 15-ാം രാവാണ് എന്നാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു യുബ്റമു ഫീഹ അംറുസ്സന, ഒരടിമയുടെ ഖൈറും ഷർറുമായ എല്ലാ വിധികളും അത് നേരത്തെ അല്ലാഹു തആല കണക്കാക്കി വെച്ചെങ്കിലും ഓരോ വർഷത്തേക്കുള്ളത് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ഷഅബാനിൻ്റെ 15-ാം രാവ് മുതൽ അടുത്ത ഷഅബാനിൻ്റെ 15-ാം രാവ് വരെയുള്ള സമയങ്ങളിലാണ്. ആ രീതിയിൽ ഖുർആൻ പറഞ്ഞു യുബ്റമു ഫീഹ അംറുസ് കുല്ലു ഫീഹ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം എന്ന് ഖുർആൻ പറഞ്ഞ വചനത്തെ മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു വ്യാഖ്യാനിക്കുകയാണ് യുബ്റമു ഫീഹ അംറുസ്സനതി വയുൻസഖുൽ അഹ്യാഉ മിനൽ അംവാത്ത് വയുക്തബുൽ ഹാജു ഫലാ യുസാദു ഫീഹിം അഹദുൻ വലാ യുൻഖസു മിൻഹും അഹദുൻ എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും. അടുത്തൊരു വർഷം എത്ര പേര് ഹജ്ജിന് പോകണം, അടുത്തൊരായുസ്സിൽ വരാൻ പോകുന്നൊരു വയസ്സിൽ എത്ര ആൾ മരിക്കും, എത്രയാൾ ജനിക്കും, ഇതൊക്കെയുള്ള ഒരു വർഷത്തേക്കുള്ള വിധിയുടെ അവതരണം നടക്കുന്നത് ആ രാത്രിയാണ് എന്ന് മഹാനായ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും. ലോകപ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവായ മഹാനായ ഇമാമുന റാസി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തഫ്സീറുർ റാസിയിൽ തന്നെ പ്രത്യേകമായി ഈ പരിശുദ്ധമായ രാത്രിയുടെ പ്രത്യേകതകൾ എണ്ണിയതായി കാണാൻ വേണ്ടി കഴിയും. വഖീല ഹാദിഹിൽ ലൈലത്തു മുഖ്തസത്തും ബി ഖംസ് ഹിസാലിൻ എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ലോകപ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവാണ്. ആ മഹാനായ ഇമാം റാസി തങ്ങളാണ് പറയുന്നത് ഈ പരിശുദ്ധമായ രാത്രി 5 കാരണങ്ങളെ കൊണ്ട് പ്രത്യേകമാണ് എന്നാണ്. അതിൽ ഒന്ന് പറഞ്ഞത് അൽ ഊല തഫ്രീഖു കുല്ലു അംരിൻ ഹക്കീം ഫിഹ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ ഒരു വർഷത്തേക്കുള്ളത് വിഭജിക്കപ്പെട്ട് നൽകുന്ന ഒരു രാത്രിയാണ്. എന്നിട്ട് അതിന് മഹാനവറുകൾ തെളിവ് കൊടുത്തത് ഫിഹ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം എന്ന ആയത്താണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഫളീലത്തുൽ ഇബാദത്താണ്, ആ രാത്രിയിൽ ഇബാദത്തിന് പ്രത്യേകമായിരിക്കുന്ന പ്രതിഫലമുണ്ട് എന്നാണ്. ഒരു ഹദീസിൽ തന്നെ കാണാം ഖൂമു ലൈലഹ വസൂമു യൗമഹ, അതിൻ്റെ രാത്രിയിൽ നിങ്ങൾ നിസ്കാരം വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ പകലിൽ നോമ്പനുഷ്ഠിക്കണമെന്ന് ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. എന്നാൽ ഈ രാത്രിയുടെ പ്രത്യേകതയിൽ തന്നെ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, അന്നത്തെ രാത്രിയിൽ ഒരാൾ 100 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 100 മലക്കുകളെ അവൻ്റെ ഗുണകാംക്ഷിയായിട്ട് അല്ലാഹു തആല നിശ്ചയിക്കും. അതിൽ 30 ആളുകൾ യുബശ്ശിറൂനഹു ബിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണ്. മറ്റ് 30 മലക്കുകൾ നരകത്തിനെ തൊട്ട് അവർക്ക് അമ്ന് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടുമെന്നാണ്. അതുപോലെ തന്നെ 30 മലക്കുകൾ അവർ
യദ്ഫഊന അൻഹു ആഫാത്തി ദുന്യ, ഈ മനുഷ്യന് ദുന്യവിയായി എന്തൊക്കെ ആഫത്തുകൾ വരുന്നുണ്ട് അതൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് 30 മലക്കുകൾ നിശ്ചയിക്കും. 10 മലക്കുകൾ ആ മനുഷ്യനെ ശൈത്വാനീയത്തായിരിക്കുന്ന വഞ്ചനകളെ തൊട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി കാവൽ നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഹദീസ് ഇമാം റാസി റളിയല്ലാഹുവിനടുത്ത തഫ്സീറിൽ ഇതിന് തെളിവായി കൊണ്ടുവന്നത് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ 3-ാമത് രാത്രിയുടെ പ്രത്യേകത പറഞ്ഞത് നുസൂലുർ റഹ്മ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. ഇന്നല്ലാഹു യർഹമു ഉമ്മത്തി ഫീ ഹാദിഹിൽ ലൈല, അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹു തആല എൻ്റെ ഉമ്മത്തിന് പ്രത്യേകമായിരിക്കുന്ന റഹ്മത്ത് ചൊരിയുന്ന രാത്രിയാണ് ഈ രാത്രി. ബനൂ കൽബ് ഗോത്രത്തിലുള്ള ആടുകളുടെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ചുള്ള റഹ്മത്ത് അള്ളാഹു തആല ഈ രാത്രിയിൽ എൻ്റെ ഉമ്മത്തിന് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് കാണാം. അതുപോലെ തന്നെ വൽ ഹസ്ലത്തുർ റാബിഅ, 4-ാമത്തെ അതിൻ്റെ പ്രത്യേകത മഹാനായ ഇമാം റാസി തങ്ങൾ പറഞ്ഞു, ഹുസൂലുൽ മഗ്ഫിറ, ഏത് തെറ്റ് ചെയ്ത മനുഷ്യനും അവൻ അള്ളാഹുവിനോട് കരഞ്ഞു മാപ്പ് ചോദിച്ചാൽ അള്ളാഹു തആല മഗ്ഫിറത്ത് കൊണ്ട് അവനെ പൊതിയുന്ന രാത്രിയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല യഗ്ഫിറു ലിജമീഇൽ മുസ്ലിമീന ഫീ തിൽക്കൽ ലൈല, ശഅബാൻ 15-ാം രാവിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു തആല മഗ്ഫിറത്തിന് വശാരം ചെയ്തു കൊടുക്കും അള്ളാഹുവിനോട് ചോദിച്ചാൽ. പക്ഷേ അതിൽ നിന്ന് പ്രത്യേകമായ ചില വിഭാഗത്തെ റസൂലുള്ളാഹി മാറ്റി നിർത്തി പരിശുദ്ധമായ ദീനിന് നിരക്കാത്ത രീതിയിലുള്ള കണക്കന്മാരുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും പിഴച്ച കണക്കന്മാരെയൊക്കെ സമീപിച്ച് അതിൻ്റെ വഴിയിൽ തേടിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ പരസ്പരം തർക്കിക്കുന്ന ആളുകൾ, അതുപോലെ മദ്യപാനത്തിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സിനയിൽ സ്ഥിരമായി നിൽക്കുന്ന ആളുകൾ, മാതാപിതാക്കളോട് വെറുത്ത് നിൽക്കുന്ന ആളുകൾ, ഇത്തരം വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മുസ്ലിമീങ്ങളും അള്ളാഹുവിനോട് അന്നത്തെ രാത്രിയിൽ കരഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം റാസി തങ്ങൾ ഇതിന് തെളിവായി കൊണ്ടുവന്നത് കാണാൻ വേണ്ടി കഴിയും. 5-ാമത്തെ കാര്യം മഹാനായ ഇമാം റാസി തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ശഅബാൻ 13-ാം രാവിലെ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാനുള്ള സഹായം അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ലികുല്ലി നബിയിൻ ദഅവത്തു മുസ്തജാബ്, എല്ലാ നബിമാർക്കും അള്ളാഹു തആല ചോദിച്ചാൽ എമർജൻസിയായി ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്ന ചില പ്രത്യേകമായിരിക്കുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ അമ്പിയാക്കളും അവരുടെ ഭൗതികമായ ജീവിതകാലത്തിലുണ്ടായ വലിയ വലിയ പ്രതിസന്ധികളുടെ ഫത്ഹിന് വേണ്ടിയിട്ട് അവരതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇൻ ഇഖ്തബഉതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി, എനിക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന ദുആഇനെ ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ ശഫാഅത്തിന് വേണ്ടി നാളെ ആഖിറത്തിൽ അവർക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ദുആഇനെ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആ ശഫാഅത്തിൻ്റെ അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ശഅബാൻ 13-ാം രാവിലെ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. എനിക്ക് 1/3 ഭാഗം സമ്മതം കിട്ടി. 14-ാം രാവിലെ ഞാൻ അതുപോലെ ദുആ ചെയ്തു. എനിക്ക് വീണ്ടും 1/3 ഭാഗത്തിന് ഉത്തരം കിട്ടി. 15-ാം രാവിലെ ഞാൻ ദുആ ചെയ്തപ്പോഴാണ് എനിക്ക് പരിപൂർണമായ സമ്മതം തന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ് ഇമാം റാസി തങ്ങൾ കൊണ്ടുവന്നത് കാണാം. ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും ഈ പരിശുദ്ധമായ രാത്രി ലോക മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി ആദരിക്കപ്പെട്ടതും ബഹുമാനിച്ചു വന്നതും അന്ന് പ്രത്യേകമായി ദുആകളൊക്കെ നടത്തി ആ രാത്രിയെ ആദരിച്ച് ബഹുമാനിച്ച ചരിത്രമാണ് ഇസ്ലാമിക പാരമ്പര്യത്തിലുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പൂർവികരായിരിക്കുന്ന മഹാന്മാരായ ആരിഫ്യങ്ങൾ, മഹാനായ ഇമാം ദിമിയാത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായത്തുൽ അമലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും. മൺമറഞ്ഞു പോയ ആരിഫ്യങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങൾ, അവരുടെ പതിവ് തന്നെ അന്നത്തെ രാത്രിയിൽ 3 യാസീൻ വളരെ ഭംഗിയായി ഓതി തീർക്കുകയും അതിനിടയിൽ സംസാരിക്കുക ഒന്നും ചെയ്യാതെ 3 യാസീൻ അവർ പ്രത്യേകമായി ഓതി തീർക്കാറുണ്ടായിരുന്നു. 1-ാമത്തെ യാസീന് ആയുസ്സിൽ ബർക്കത്തോടുകൂടിയുള്ള ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അവനിക്കും അവൻ്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും, 2-ാമത്തെ യാസീന് റിസ്ക്കിൽ ബർക്കത്തോടുകൂടിയുള്ള വിശാലതയ്ക്ക് വേണ്ടിയിട്ടും, 3-ാമത്തെ യാസീന് അവനും അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളെയും വിജയികളിൽ ഉൾപ്പെടുത്തി കിട്ടാനും വേണ്ടിയിട്ട് നിയത്താക്കിയിട്ട് ഇടയിൽ സംസാരിക്കാതെ തുടർച്ചയായി 3 യാസീൻ ഓതുന്നതും, അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ ഓതുകയും
ദുആ ചെയ്യുകയും ചെയ്യുന്ന പതിവ് അതൊരു സാധാരണക്കാരുടെ പതിവല്ല, അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്ത മഹാന്മാരുടെ പതിവാണ്. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇത്തിബാഇൻ്റെ മാർഗ്ഗം മഹാന്മാരാണ്. അങ്ങനത്തെ ഒരു വലിയ മുതബറക്കായ രാത്രിയാണ് ഈ വരാൻ പോകുന്ന രാത്രി. ആ രാത്രി എല്ലാവരും നന്നായി ഉപയോഗപ്പെടുത്തി നല്ല നല്ല അമലുകളെ കൊണ്ട് ധന്യമാക്കാനും ദുആ വർദ്ധിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.